ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 2 മിനിറ്റ് കൊണ്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് 150 രൂപ കിട്ടും. ഓക്കെ, 150 രൂപ ഫ്രീ ആണ്. ഓക്കെ, ജസ്റ്റ് 2 മിനിറ്റ് 2 ട്രാൻസാക്ഷൻ 150 രൂപ നിങ്ങൾ കയ്യിലിരിക്കും. ഓക്കെ, അത്രയ്ക്ക് സിമ്പിളാണ്. ലൈവായിട്ട് ഏൺ ചെയ്ത് കാണിച്ചിരുന്നുണ്ട്. ഓക്കെ, വിഡ്രോ അല്ല, ലൈവായിട്ട് ഏൺ ചെയ്ത് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിലുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ നോക്കുക. ലിമിറ്റഡ് ഓഫറാണ്, പക്ഷെ എല്ലാവർക്കും ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. കാരണം വെരിഫൈഡ് സാധനമാണ്, ഒഫീഷ്യൽ ഓഫറാണ്. ഓക്കെ, അതുകൊണ്ട് ആരും മിസ്സാക്കേണ്ട. നിങ്ങൾക്ക് നിങ്ങളെ UPIയിലേക്ക് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ ബാങ്കിലേക്ക് സാധനം കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റീചാർജ് ചെയ്യാം, അല്ലെങ്കിൽ റെഡീം കോഡ് വാങ്ങിക്കാം, എന്ത് വെച്ചാൽ വാങ്ങിക്കാം. ഈ ക്യാഷ് വെച്ചിട്ട് 150 രൂപയാണ് കിട്ടുക. ഓക്കെ, അപ് ടു 150 രൂപ തന്നെ. ഓക്കെ, അപ്പം ഇതുപോലത്തെ ലൂട്ട് വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് അടിക്കുക. ലൈക്കട്സ് മാത്രം ഈ വീഡിയോ റെക്കമെൻഡേഷൻ പോകുള്ളൂ. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്കറ്റ് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറം വെല്ലി ക്ലിക്ക് ചെയ്ത് ഓൾഡ് വെച്ചിട്ടുണ്ട്. അടുത്ത വീഡിയോസ് നോട്ടിച്ച് ലഭിക്കുന്നതായിരിക്കും. നാളെ ഒരു പേട്ടി ലൂട്ട് വീഡിയോ വരുന്നുണ്ട്, ബാങ്കിലേക്കുള്ള വീഡിയോ പോയിട്ട് ലൂട്ട് വീഡിയോ നാളെ വരുന്നുണ്ട്. എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആമസോൺ ഓപ്പൺ ചെയ്യുക, താഴെക്കാണുന്ന മെനു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ കാണാൻ സാധിക്കും ആമസോൺ പേ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും, നമുക്കിതാ സെൻഡ് മണി. അപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും സെൻഡ് മണി. ആ സെൻഡ് മണി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആമസോണിൽ ബാങ്ക് കോഡ് ലിങ്ക് ചെയ്തെങ്കിൽ നിങ്ങൾ ബാങ്ക് കോഡ് ലിങ്ക് ചെയ്യുക, എന്നാൽ മാത്രം നമുക്ക് UPI കൂടി പേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ബാങ്ക് കോഡ് ലിങ്ക് ശേഷം നമുക്ക് നിങ്ങൾ ഈ ഒരു പേജിൽ വരിക. ഇവിടെ കാണാൻ സാധിക്കും എൻ്റർ നെയിം, മൊബൈൽ നമ്പർ ഓർ UPI ID. അവിടെ നിങ്ങൾ നെയിം, മൊബൈൽ നമ്പർ ഓർ UPI ID എന്താ വെച്ചാൽ കൊടുക്കുക. കാരണം നമുക്ക് അതിലേക്കാണ് പേ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ടോട്ടൽ നമ്മൾ 5 രൂപ പേ ചെയ്യും. നമ്മൾ ഒരു ദിവസം നമ്മൾ 5 തവണ പേ ചെയ്യും. അപ്പോൾ നമുക്ക് നമുക്ക് ഒരു ടാസ്ക്കാണ് സംഭവം ഇത്. ഓക്കെ, 5 തവണ നിങ്ങൾ പേ ചെയ്യാൻ നമുക്ക് 3 സ്ക്രാച്ച് കാർഡ് കിട്ടും. ആ 3 സ്ക്രാച്ച് കാർഡ് കിട്ടി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഈ ലൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ സെയിം UPI IDയിലേക്ക് അല്ലെങ്കിൽ സെയിം ഒരു കോൺടാക്റ്റിലേക്ക് നിങ്ങൾ ജസ്റ്റ് ഒരു 5 തവണ നിങ്ങൾ ഈ ഒരു രൂപ വെച്ച് പേ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അവസാനം കാണാൻ പറ്റും ഒരു ജെല്ല് പോലെ സാധനം. ഓക്കെ, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ വെയിറ്റ് ആക്കുക. ഓക്കെ, അതിവിടെ കാണാൻ സാധിക്കും. നമുക്കിതാ നമ്മൾ 5 എണ്ണത്തിൽ 2 മാത്രം കംപ്ലീറ്റ് ആയിക്കോളൂ. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും 5 out of 2 കംപ്ലീറ്റഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അങ്ങനെ ഇത് മൊത്തം ഒരു 5 തവണ നിങ്ങൾ ഒരു രൂപ പേ ചെയ്യുക. അപ്പോൾ ഞാൻ 5 തവണ ട്രാൻസാക്ഷൻ ചെയ്തപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഇതാ യു ഹാവ് കംപ്ലീറ്റഡ് 5 സ്റ്റെപ്സ് റിവാർഡ്സ്. ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ കാണാൻ സാധിക്കായിട്ട് യു ഹാവ് വോൺ സ്ക്രാച്ച് കാർഡ് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. നമുക്കിതാ റിവാർഡ്സ് സെക്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അല്ല, താഴെ റിവാർഡ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ താഴെ റിവാർഡ്സ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് നമ്മൾ ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കിയപ്പോൾ നമുക്ക് കിട്ടിയ സ്ക്രാച്ച് കാർഡ് ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന സ്ക്രാച്ച് കാർഡ് അല്ല. അപ്പോൾ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും 5 സ്റ്റെപ്പ് റിവാർഡ്സ്. ഓക്കെ, അതാണ് സ്ക്രാച്ച് കാർഡ്. ഓക്കെ, ഇവിടെ കാണാൻ സാധിക്കും വ്യൂവർ അൺലോക്ക്ഡ് റിവാർഡ്സ്. അപ്പോൾ നിങ്ങൾ ആ കാണുന്ന യെല്ലോ കളർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്കിതൊരു 3 സ്ക്രാച്ച് കാർഡ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 3 സ്ക്രാച്ച് കാർഡ് നമ്മൾ കളക്ട് ചെയ്യണം. ഓക്കെ, 3 കളക്ട് ചെയ്യുന്നില്ല, നമുക്ക് 2 മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. ഓക്കെ, നമുക്ക് സൊമാറ്റോയും സ്വിഗ്ഗി മാത്രം നമുക്ക് ആവശ്യമുള്ളൂ, മറ്റും നമുക്ക് ആവശ്യമില്ല, ഓല നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കളക്ട് ചെയ്തിട്ടേക്ക്. ഓക്കെ, 3 നിങ്ങൾ കളക്ട് ചെയ്ത് ഇട്ടേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടി പോകുന്ന പറയുമ്പോൾ സ്വിഗ്ഗിയാണ്. ഓക്കെ, സ്വിഗ്ഗിൻ്റെ ഓഫർ നമുക്ക് ഫസ്റ്റ് ചെയ്യാം. ഓക്കെ, അതെങ്ങനെ ചെയ്യാൻ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ആ സ്വിഗ്ഗിൻ്റെ ആ ഒരു സ്ക്രാച്ച് കാർഡ് നിങ്ങൾ നിങ്ങൾ സ്ക്രാച്ച് കാർഡ് കളക്ടേഷൻ ഇവിടെ കാണാൻ സാധിക്കും ഓർഡർ നോ. അപ്പോൾ നിങ്ങൾ ഓർഡർ നോ ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ കാണാൻ സാധിക്കും മിനിമം ഓർഡർ 199. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സ്വിഗ്ഗി കൂടെ നിങ്ങൾ ഒരു 199 രൂപേൻ്റെ നിങ്ങളൊരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് ആ 50 രൂപ ക്യാഷ് ബാക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ട്രിക്ക് ഉണ്ട്, ആ ട്രിക്ക് യൂസ് ചെയ്യണം. നമുക്കിൽ പൈസ ക്യാഷ് ബാക്കും കിട്ടും. നമുക്ക് നമ്മൾ ആ 200 രൂപ തിരിച്ച് കിട്ടുകയും ചെയ്യും. നമ്മളെ ക്യാഷ് തിരിച്ച് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം ഫുഡും കിട്ടില്ല, ക്യാഷും കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓർഡർ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സ്വിഗ്ഗിയിലേക്ക് പോകുന്നതായിരിക്കും. അപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് പ്ലേസിൽ പോയിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഡെലിവറി ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഫേക്ക് അഡ്രസ്സ് കൊടുക്കുക. ഏതെങ്കിലും ഒരു രാജ്യം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് അഡ്രസ്സിലും കൊടുക്കുക. ഓക്കെ, എൻ്റെ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേ റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റും. അതിലേതും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ KFC സെലക്ട് ചെയ്തൊക്കെ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഞാനിപ്പം ഒരു ഫുഡ് കൊണ്ട് സെലക്ട് ചെയ്യാണ്. 288 രൂപയുടെ ഒരു ഫുഡാണ്. ഓക്കെ, ഇപ്പോൾ താഴെ ആഡ് ഐറ്റം ക്ലിക്ക് ചെയ്യാണ്. അതേപോലെ താഴെ കാണാൻ സാധിക്കും 1 ഐറ്റം ആഡ് വ്യൂ കാട്ടെന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് താഴെ കാണാൻ സാധിക്കുന്നതായിരിക്കും. നമുക്കിതാ പ്രൊസീഡ് ടു പേ. അപ്പോൾ നിങ്ങൾ താഴെ ആ പ്രൊസീഡ് ടു പേ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞത് കറക്റ്റ് ചെയ്തോ, ഇനിയാണ് മെയിൻ പരിപാടിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രൊസീഡ് ടു പേ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആ പ്രൊസീഡ് ടു പേ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വ്യൂ ഓൾ UPI ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും താഴെയായിട്ട് ആഡ് ന്യൂ UPI ID. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഓപ്ഷൻ ഒന്ന് ആഡ് ന്യൂ UPI ID. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും എൻ്റർ യുവർ UPI ID. അവിടെ നിങ്ങൾ ആമസോൺ പേ UPI ID കൊടുക്കുക. ഓക്കെ, അത് എവിടെ ഉണ്ടാവുന്നത് കറക്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആമസോൺ പേ UPI ID കൊടുത്തു കഴിഞ്ഞാൽ മാത്രം നമുക്ക് ഇതിൽ ക്യാഷ് ബാക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആമസോൺ പേ UPI ID കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആമസോൺ പേയിൽ കയറണം. ഓക്കെ, നിങ്ങൾ ആമസോണിൽ പോയിട്ട് നിങ്ങൾ ആമസോൺ പേ ഓപ്പൺ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഓക്കെ, അത് ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞതേ മെത്തേഡ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് കിട്ടില്ല. കറക്റ്റ് കണ്ടോളെ. അപ്പോൾ ആമസോൺ ഓപ്പൺ ചെയ്യാൻ പോകണം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ആമസോൺ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആമസോൺ പേയിൽ മുകളിൽ കാണാൻ സാധിക്കും ആമസോൺ പേ UPI. അവിടെ നിങ്ങൾ അത് UPI ID നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ UPI ID നിങ്ങൾ ഓർത്ത ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വിഗ്ഗി നിങ്ങൾ ഒന്നുകൂടി ഓപ്പൺ ചെയ്യാം.
സ്വിഗ്ഗി നിങ്ങൾ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ആ യു പി ഐ സെക്ഷനിലാണ് നിങ്ങൾ ആമസോൺ യു പി ഐ കൊടുക്കുക, വെരിഫൈ ആൻഡ് പേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആമസോൺ പേ യു പി ഐ വെരിഫൈ ചെയ്ത ശേഷം ഇവിടെ കാണാൻ സാധിക്കും ട്രാൻസാക്ഷൻ്റെ ടൈമർ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമറിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ഓർഡർ കംപ്ലീറ്റ് ആവും. പക്ഷേ നമ്മൾ ഓർഡർ കംപ്ലീറ്റ് ആക്കുന്നില്ല. നിങ്ങൾ ഈ ഓർഡർ നിങ്ങൾ ക്യാൻസൽ ആക്കുക. നിങ്ങൾ ക്യാൻസൽ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ റിക്വസ്റ്റ് നിങ്ങൾ ക്യാൻസൽ ആക്കുക. അപ്പോൾ നമുക്ക് നമ്മൾ ആമസോൺ പേയിലേക്ക് റിക്വസ്റ്റിൻ്റെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളെ റിക്വസ്റ്റിലേക്ക് നിങ്ങൾ പേ ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഇൻവാലിഡ് റിക്വസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ ഇൻകംപ്ലീറ്റ് ആവും ചെയ്യും, നമുക്ക് പൈസ തിരിച്ചിട്ടുകയും ചെയ്യും റീഫണ്ട് ആയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ക്യാൻസൽ പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, ഡോണ്ട് പ്ലേസ് മൈ ഓർഡർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആമസോൺ പേയിലേക്ക് ഒരു റിക്വസ്റ്റ് എന്തൊക്കെയുണ്ടാവും. നിങ്ങൾ സ്വിഗ്ഗിയിൽ ഒരു ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പൈസ അടക്കാൻ വേണ്ടി നമുക്ക് ആമസോൺ പേയിലേക്ക് ഒരു റിക്വസ്റ്റ് എന്തൊക്കെയുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ റിക്വസ്റ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ജസ്റ്റ് നിങ്ങൾ ആമസോൺ പേ ഒന്ന് ഓപ്പൺ ചെയ്യുന്നത് ഫുൾ ബ്ലാക്ക് സ്ക്രീനാണ്. അപ്പോൾ നിങ്ങൾ ആമസോൺ പേ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. ഇതാ 344 രൂപേൻ്റെ ഫുഡിന് ഓർഡർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ സാധിക്കും പേ നോ. അപ്പോൾ നിങ്ങൾ താഴെ തന്ന പേ നോ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പേ ചെയ്യുക. ഓക്കെ, 344 രൂപ നിങ്ങൾ പേ ചെയ്യുക. അപ്പോൾ നിങ്ങൾ പേ ചെയ്തിട്ടുണ്ട് ആ എമൗണ്ട് തിരിച്ച് റീഫണ്ട് ആയിട്ട് കിട്ടും. നിങ്ങൾ പേടിക്കേണ്ട. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വിഗ്ഗിൻ്റെ ഇതിൽ നമ്മളിപ്പോൾ ഒരു ഫുഡ് ഓർഡർ ചെയ്തിട്ടില്ല, അതിൻ്റെ പേയ്മെൻറ്റ് റിക്വസ്റ്റ് നമ്മൾ ക്യാൻസൽ ആക്കി. ഓക്കെ, ക്യാൻസൽ ആക്കിയതുകൊണ്ട് തന്നെ നമ്മൾ ആ പേയ്മെൻറ്റ് സെൻഡ് ചെയ്തിട്ടുണ്ട്, അത് ഇൻവാലിഡ് ആയി പോകും. ഇൻവാലിഡ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അയച്ച എമൗണ്ട് നമുക്ക് തിരിച്ച് നമ്മൾ ആമസോൺ പേ തന്നെ കയറുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, പേ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ പേ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു യു പി ഐയിലേക്ക് നിങ്ങൾ പേ ചെയ്യുക. ഓക്കെ, അപ്പോൾ പേ നോ ക്ലിക്ക് ചെയ്ത് ഞാൻ ഇപ്പോൾ പേ ചെയ്യാൻ പോകും. ഇപ്പോൾ ഞാൻ പേ ചെയ്തു, ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയി. അപ്പോൾ നമുക്ക് നമ്മളെ ട്രാൻസാക്ഷൻ ലിസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ താഴെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മളെ വാലറ്റിലേക്ക് ക്യാഷ് കയറിയൊക്കെ ഇല്ലെന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ സ്വിഗ്ഗിൻ്റെ ഓഫറാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് 50 രൂപയാണ് കിട്ടേണ്ടത്. അപ് ടു 50 രൂപയാണ് കിട്ടും. ഓക്കെ, 50 രൂപ കറക്റ്റ് കിട്ടണമെന്നില്ല, 50 രൂപ കിട്ടും എന്നൊക്കെയാണ്. പക്ഷേ ഞാനിപ്പോൾ ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും 50 രൂപ എനിക്ക് ക്യാഷ് ബാക്ക് റിസീവ് ചെയ്തിട്ടുണ്ട്. സ്വിഗ്ഗി ഓർഡർ ഇവിടെ കാണാൻ സാധിക്കും, സ്വിഗ്ഗി ഓർഡർ. ഓക്കെ, നമ്മുടെ പേര് ഇവിടെ കാണാൻ സാധിക്കും പെയ്ഡ് ടു സ്വിഗ്ഗി 344 രൂപ നമുക്ക് പേ ചെയ്തിട്ടുണ്ട്. ആ പേ ചെയ്ത എമൗണ്ട് 24 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ ബാങ്കിലേക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ചെയ്തപ്പോൾ എനിക്ക് റീഫണ്ട് ആയി കിട്ടിയ എമൗണ്ടാണ് 150 രൂപ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് കയറി, ചിലപ്പോൾ നമുക്ക് 24 മണിക്കൂർ കൊണ്ട് കയറുന്നതായിരിക്കും. ഓക്കെ, എന്തായാലും നിങ്ങൾ വാലിഡിക്ക് അത്യാവശ്യം ഫണ്ട് വെക്കുക, ബാങ്കിൽ ഫണ്ട് വെക്കുക, നിങ്ങൾ പേ ചെയ്യണം. ഓക്കെ, നിങ്ങൾ ആ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടി പേ ചെയ്ത ക്യാഷ് ഉറപ്പായിട്ട് റീഫണ്ട് ആയിട്ട് കിട്ടും. അതോർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് സ്വിഗ്ഗിൻ്റെ ഓഫർ, നമ്മളിപ്പോൾ അവിടെ സൊമാറ്റോ ഓഫറാണ് ചെയ്യേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ വ്യൂ ഓൾ അത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതായിരിക്കും നമുക്ക് 100 വരെ കിട്ടും. ഓക്കെ, 100 രൂപ വരെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു 49 രൂപേൻ്റെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ സൊമാറ്റോയിൽ നമുക്ക് 100 രൂപ വരെ കിട്ടും. ഓക്കെ, 100 രൂപ കിട്ടുന്നല്ല, 100 രൂപ വരെ കിട്ടും. അപ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓർഡർ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ റീഡയറക്റ്റ് ആയിട്ട് എന്താ പറയുക സൊമാറ്റോയിലേക്ക് പോകുന്നതായിരിക്കും. സൊമാറ്റോയിൽ നിങ്ങൾക്ക് നിങ്ങളെ അഡ്രസ്സിലേക്ക് ഡെലിവറി ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും പിൻ കോഡ് കൊടുത്തിട്ട് നിങ്ങൾ ഫേക്ക് ആയിട്ട് നിങ്ങൾ ഒരു ഫുഡ് ഓർഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ജസ്റ്റ് ഞാനിപ്പോൾ എൻ്റെ അഡ്രസ്സ് കൂടി സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഞാനിപ്പം സൊമാറ്റോ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് മിനിമം ഓർഡർ നമുക്ക് വേണ്ടത് 50 രൂപേൻ്റെ ഓർഡറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു 100 രൂപേൻ്റെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ് ടു 100 വരെ ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ പേ ചെയ്യാണ്ട് പോവാണ്. അപ്പോൾ നമ്മൾ സ്വിഗ്ഗിയിൽ ചെയ്ത ഇതേ സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ട്രാൻസാക്ഷൻ്റെ പേജിൽ നിങ്ങളവിടെ ആമസോൺ പേ യു പി ഐ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പേ യു പി ഐ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും ആഡ് ന്യൂ യു പി ഐ ഡി. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും എൻ്റർ യുവർ യു പി ഐ ഡി. അവിടെ നിങ്ങൾ ആമസോൺ പേ യു പി ഐ ഡി കൊടുക്കുക, സേവ് യു പി ഐ ഡി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആമസോൺ പേ യു പി ഐ നിങ്ങളിൽ ഫുഡ് വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ പ്രൊസീഡ് പേ ക്ലിക്ക് ചെയ്യാണ്, പേ ചെയ്യാണ്ട് പോവാണ്. ഓക്കെ, നമ്മൾ പേ ചെയ്യുന്നില്ല, നമ്മൾ ഫുഡ് ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ പെൻഡിങ് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ റിക്വസ്റ്റ് നമുക്ക് നമ്മൾ ആമസോൺ പേയിലേക്ക് വരണം, അത് നിങ്ങൾ വെയിറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പെൻഡിങ് ലൈവായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് നമ്മൾ ആമസോൺ പേയിലേക്ക് റിക്വസ്റ്റ് തരുള്ളൂ. ആ ഇൻവാലിഡ് റിക്വസ്റ്റിലേക്ക് പേ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ ടൈമർ വന്നിട്ട് ഈ ടൈമറിലോട് പേ ചെയ്യേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ റിക്വസ്റ്റ് നിങ്ങൾ ക്യാൻസൽ ആക്കുക, ബാക്ക് അടിച്ച് നിങ്ങൾ ക്യാൻസൽ ആക്കുക. ജസ്റ്റ് ഇവിടുന്ന് ഞാൻ ബാക്ക് അടിക്കുകയാണ്. ബാക്ക് അടിക്കുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഡു യു വാണ്ട് ടു ക്യാൻസൽ ദി ട്രാൻസാക്ഷൻ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സൊമാറ്റോൻ്റെ ഫുഡിൻ്റെ ട്രാൻസാക്ഷൻ ഇവിടെ ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് ഓർഡർ ആവില്ല. അപ്പോൾ നമ്മൾ ആമസോൺ ഓപ്പൺ ചെയ്യുകയാണ്. ആമസോൺ പേ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ ട്രാൻസാക്ഷൻ്റെ എന്താ പറയുക റിക്വസ്റ്റ് വന്നിട്ട് നോക്കാം, പേയ്മെൻറ്റ് റിക്വസ്റ്റ് വന്നിട്ട് നോക്കാം. ജസ്റ്റ് നിങ്ങൾ ആമസോൺ പേ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിത് അവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും സൊമാറ്റോൻ്റെ 233 രൂപേൻ്റെ പേയ്മെൻറ്റ് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. പേ നോ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ആ ഇൻവാലിഡ് ആയ ആ ഒരു റിക്വസ്റ്റിലേക്ക് നിങ്ങൾ പേ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ പേ ചെയ്യാണ്ട് പോകണം, ലൈവായിട്ട് കണ്ടോളൂ. ഞാനിപ്പോൾ ഇവിടെ പേ ചെയ്തു, ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒന്ന് ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി കാണിച്ചു തരാം നമുക്ക് എത്ര കിട്ടിയെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ താഴെ കാണുന്ന ട്രാൻസാക്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും
ഓക്കെ, ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ കാണാൻ സാധിക്കും ക്യാഷ് ബാക്ക് റിസീവ്ഡ് ഫ്രം സൊമാറ്റോ 22 രൂപ 31 പൈസയാണ് ഇൻക്രീസ് ചെയ്തത്. ഓക്കെ, ചില ആൾക്ക് 100 കിട്ടും, ചില ആൾക്ക് 50 കിട്ടും, ചിലപ്പോൾ 60 കിട്ടും. സംഭവം ഇത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ ഈ പേ ചെയ്ത ക്യാഷ് ഇല്ല, ആ പേ ചെയ്ത ക്യാഷ് നിങ്ങൾക്ക് എന്തായാലും റീഫണ്ട് ആയിട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ ആ ഓർഡർ ക്യാൻസൽ അടിച്ചിട്ട് മാത്രം, നിങ്ങൾ ക്യാൻസൽ അടിക്കാതെ നിങ്ങൾ ആ റിക്വസ്റ്റ് കൂടെ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുഡ് നിങ്ങൾ വീട്ടിലെത്തും, നിങ്ങളെ ക്യാഷ് പോവുകയും ചെയ്യും, ക്യാഷ് ബാക്ക് ഇട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്, നിങ്ങൾ ഫുഡ് വീട്ടിൽ വരുത്താതെ നിങ്ങൾ പേ ചെയ്യുന്ന ക്യാഷ് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ട്രിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ക്യാഷ് റിസീവ് ചെയ്യും നിങ്ങളുടെ ബാങ്കിലേക്ക്, അല്ലെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് ക്യാഷ് നിങ്ങളുടെ ബാങ്കിൽ ഉറപ്പായിട്ട് റിസീവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് ഗ്യാരണ്ടി ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ലൂട്ട് വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് അടിച്ച് മാത്രം ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യുമ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത്. ബൈ.